ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദി സബ്ജക്റ്റുമായിട്ട് ഞാൻ എത്തിപ്പെട്ട എൻ്റെ ഒരു ജേർണി ആയിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഹിന്ദി സബ്ജക്റ്റിൽ ഇത്രയും ഇഷ്ടമായതെന്നും അപ്പോൾ ഞാൻ എവിടെയാണ് PG ചെയ്തതെന്നും ഒക്കെയുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, പോയി കാണുക. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഹിന്ദി സബ്ജക്റ്റ് എടുത്തിട്ട് ഇതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എന്ത് കരിയറാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവരും ഇഷ്ടമല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ കാണും നമ്മുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം എൻ്റെ ഈ കണ്ടൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ ഹിന്ദി സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഫീൽഡാണ് ടീച്ചിങ്. അപ്പോൾ ഇപ്പോൾ ടീച്ചിങ് ജോബ്സിനെ പറ്റി എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാൻ. ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഒരു ടീച്ചിങ് ജോബിൽ തന്നെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന എക്സാംസുകളാണ് KTET, CTET, TET എന്നിവയെല്ലാം. പിന്നെ നെറ്റ് JRF, അതിൻ്റെത് ഞാൻ അടുത്തായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ CTETൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CTET എന്ന് പറയുന്നത് CBSE സ്കൂൾസിൽ, പിന്നെ എന്താണ് സെൻട്രൽ ഗവൺമെൻറ് സ്കൂൾസിൽ, പിന്നെ കേന്ദ്രീയ വിദ്യാലയം, നേവി സ്കൂൾ, ആർമി സ്കൂൾ. അപ്പം നിങ്ങൾക്കൊരു ഹൈ പ്രൊഫൈൽ ഹൈ സാലറി ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ എക്സാം ഒക്കെ എഴുതി ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇപ്പം KVയിലോട്ടോ നേവിയിലോട്ടൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിലും പോകാൻ ബെസ്റ്റ് ഓപ്ഷനാണ്. ഹിന്ദി ഇംഗ്ലീഷും ഇപ്പോൾ ഒട്ടുമിക്ക പേരും ഗൾഫിലോട്ട് പോകുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ നമ്മൾ കേട്ടിട്ടൊക്കെ എഴുതി PSC ഒക്കെ എഴുതി റാങ്ക് ലിസ്റ്റൊക്കെ വരുമ്പോൾ ഒരു നേരമാവും. അപ്പോൾ നമുക്ക് അതിനൊന്നും വെയിറ്റ് ചെയ്യാനുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിലൊക്കെ പോയി അവിടെ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻ്റർവ്യൂ ഒക്കെ പോയി അതിന് മുന്നേ നല്ലൊരു പ്രിപ്പറേഷനൊക്കെ നടത്തി നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നല്ലൊരു ജോബൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത മെയിൻ ആയിട്ട് വരുന്ന ഒരു കരിയർ എന്ന് പറയുന്നത് ട്രാൻസ്ലേഷനാണ്. ട്രാൻസ്ലേറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ഡിഗ്രി സമയത്താണ്. ഞാൻ BA ചെയ്തത് ശ്രീനാരായണ വുമൻസ് കോളേജിലാണ്, കൊല്ലം. അപ്പോൾ അവിടെ ഞാൻ ഫസ്റ്റ് ഇയർ വന്ന ടൈമിൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രാൻസ്ലേഷൻ ജോബിനെ പറ്റിയിട്ട്. അപ്പോൾ അന്നാണ് ഞാൻ ഇതിനെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു 2 ഇയർ കോഴ്സാണ്, നമുക്കൊരു ഡിപ്ലോമ കോഴ്സാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. നമുക്കിപ്പോൾ ഇംഗ്ലീഷിലും മെയിൻ എടുത്ത് പഠിക്കാം. ഇപ്പം മെയിൻ ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചെടുത്തെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റർ ആയിട്ടാവാം, ഹിന്ദി സബ്ജക്റ്റ് എടുത്തെങ്കിൽ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആവാം. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ ഒരു 1 ഇയർ കോഴ്സായിട്ടായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് അറിഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ PG പഠിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലും ബെനിഫിറ്റ്. PGയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ട്രാൻസ്ലേഷൻ ജോബിലേക്ക് നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ PG കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഇയർ ഡിപ്ലോമ കോഴ്സ് ഇത് ചെയ്യാവുന്നതാണ്. അത് ചെയ്താലും നല്ല ബെനിഫിറ്റ് ആണ്. നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലൊക്കെ SSCയിൽ ഒരുപാട് ട്രാൻസ്ലേഷൻ വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിലൊക്കെ, അതും നോർത്തിലോട്ടാണ് കൂടുതലും വിളിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിലും ഉണ്ട്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിലൊക്കെ ഹിന്ദി ട്രാൻസ്ലേറ്റർമാരെ വിളിക്കാറുണ്ട്. അപ്പം അതും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ട്രാൻസ്ലേഷൻ്റെത് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിഗ്രിയുടെ കൂടെ തന്നെ 1 ഇയർ കോഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്. അതായത് കോണ്ടന്റ് റൈറ്റർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോവൽ എഴുതണമെന്നുണ്ടെങ്കിൽ നോവലിസ്റ്റ് ആവാം, പോയട്രി എഴുതാം, അതെഴുതി പബ്ലിഷ് ചെയ്യാം, നിങ്ങൾക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു ബുക്കൊക്കെ എഴുതി ചെയ്യാം. അങ്ങനെ കുറച്ചും കൂടി നിങ്ങൾക്ക് ആ ഒരു ഹിന്ദി സബ്ജക്റ്റിനെ ഫസ്റ്റിൽ തന്നെ ഹിന്ദി സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെടാതെ ഇത് ഒന്നും നടക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിലുള്ളത് ഒരിക്കലും കളയരുത്. നിങ്ങൾക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്കോഴ്സ് വേറെ കോഴ്സ് പഠിക്കാം. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ടൈം ഇല്ല, നിങ്ങൾക്കിപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ അതിനെ കുറച്ചും കൂടി ഒന്ന് തേച്ച് മിനുക്കി എടുക്കുക. നിങ്ങളുടെ ഡിഗ്രി ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ആരുമായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ChatGPT കൂടെ നമുക്ക് വോയിസ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. പക്ഷെ ഒരു ഡേയിൽ എന്തോ ലിമിറ്റ് എന്തോ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ
അപ്പം അതിലൂടെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് കോൺവെർസേഷൻ ചെയ്ത് നിങ്ങളുടെ ഹിന്ദി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഹിന്ദി കരിയർ റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പം ഇതിനെപ്പറ്റി ഇനി കൂടുതൽ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹിന്ദി സബ്ജക്റ്റിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻസ് എല്ലാം ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇതേപോലെയുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലൊരു പോയിന്റിൽ ഞാൻ പലപ്പോഴും തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദി എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും നിങ്ങൾ ബാക്ക് ആവരുത്. നിങ്ങൾക്ക് നിങ്ങൾ എടുത്ത ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഒരു ഡിഗ്രിയും വേസ്റ്റ് അല്ല, ഒരു PGയും വേസ്റ്റ് അല്ല, ഒന്നും പഠിച്ചത് വേസ്റ്റ് ആകത്തില്ല ഒരിക്കലും. കാരണം എഡ്യൂക്കേഷൻ ഈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാ അറിവുകളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വേസ്റ്റ് ആക്കാതെ നിങ്ങൾക്ക് ഉള്ള ഒരു അറിവിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക, നിങ്ങളുടെ ലൈഫിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് PG ഒക്കെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്നും കൂടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.